ഞാൻ ശ്രദ്ധിച്ചത് വിഘ്നേഷ് പുത്തൂരിന്റെ ഇംഗ്ലീഷ് ആണ്. My friend JC for giving me an opportunity to play the match. I never thought in my life I could play with these great players, and very happy team that we could have won. Thanks so much and അപ്പൊ ഈ വീഡിയോയില് വിഘ്നേഷ് അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് വിഘ്നേഷ് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? കാരണം മലപ്പുറത്തുള്ള ഒരു സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ് വിഘ്നേഷ്. പക്ഷെ അടിപൊളിയായിട്ട് ഈ സിറ്റുവേഷനിൽ കണ്ടോ, അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തു. അപ്പൊ എങ്ങനെയാണ് വിഘ്നേഷ് ഇംഗ്ലീഷ് പഠിച്ചത്? സിമ്പിൾ ആണ്. അതായത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് വിഘ്നേഷ് ഇന്ററാക്ട് ചെയ്യുന്നത് ഫുള്ള് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ആളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആര് പെട്ടാലും ആരും ഇംഗ്ലീഷ് സംസാരിക്കും. സിമ്പിൾ ലോജിക്കാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് ഹൗസിലും ചെയ്യുന്നത്. അതായത് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പൊ നമുക്ക് ഓഫ്ലൈനും ഓൺലൈനും ഉണ്ട്. ഓഫ്ലൈനിലാണെങ്കിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ കൂടെ നിങ്ങളെ ഇടും. നിങ്ങൾ എന്തായാലും 1-2 മാസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ഒരു ട്രെയിനറെ ഞങ്ങൾ അസൈൻ ചെയ്യും. ദിവസവും നിങ്ങൾ ഒരു അരമണിക്കൂർ അവരോട് സംസാരിക്കുക. 1-2 മാസം കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് പക്കയാവും, ഉറപ്പാണ്. വിഘ്നേഷിനെ പോലെ ഒരു ദിവസം നമ്മളും അറിയപ്പെടുന്ന ആളുകൾക്കായി മാറും. ആ സമയത്ത് നമുക്ക് ലാംഗ്വേജ് വേണ്ടേ? ആളുകളുടെ മുമ്പിൽ പ്രസംഗിക്കാനും ഓരോ കാര്യങ്ങളും പ്രസന്റ് ചെയ്യാൻ നമുക്ക് ലാംഗ്വേജ് നിർബന്ധമാണ്. അപ്പൊ നിങ്ങളും ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ നെക്സ്റ്റ് ലെവലിലേക്ക് പോവാം. ഇപ്പൊ ഇംഗ്ലീഷ് ഹൗസിൽ വളരെ ചെറിയ ഫീൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന ആൾക്കാരുടെ കൂടെ സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കാനുള്ള നല്ലൊരു അവസരമാണ്. ബയോ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യാൻ. പുതിയ ബാച്ച് നമുക്ക് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.